ഞാൻ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അത് ഒരു ഇഡ്ലിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇഡ്ലിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു റിംഗ് ഇഡ്ലിയാണ് ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ സാധാരണ ഇഡ്ലിയുടെ ഷേപ്പ് അല്ല, ഇതൊരു റിങ്ങിൻ്റെ ഷേപ്പ് ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ നടുക്കാണ് നമ്മൾ കറിയും സൈഡ് ഡിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചിട്ട് കഴിക്കാം. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെ റിംഗ് ഇഡ്ലി റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഇഡ്ലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഒരു 6 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. അത്യാവശ്യം നല്ല കട്ടിയായിട്ടിരിക്കുന്ന ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് കുതിർത്തി വെക്കുന്നേക്കാൻ മുന്നേ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ 2 സെറ്റായിട്ട് നമ്മുടെ അരി ഉഴുന്നും ഉലുവയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ദോശ ബാറ്ററിനൊക്കെ ഒരല്പം കൂടെ കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കുന്നില്ല. നമ്മൾ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പൊങ്ങി വരാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിനി ഇത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും എടുത്ത് വെച്ചാലാണ് നന്നായിട്ട് മാവ് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. എന്നിട്ട് രാവിലെ എടുത്തിട്ട് ഇഡ്ഡലി റെഡിയാക്കും. അപ്പോൾ ഞാനിത് മൂടി വയ്ക്കാൻ പോവാണ്. ഇനി നമുക്ക് രാവിലെ എടുത്തിട്ട് ഇഡ്ഡലി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ ഒരല്പം ഉപ്പ് ചേർക്കാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോടെ ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഞാനൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാണ്. ഇനി ഇതുകൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ ഇഡ്ഡലി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ റിംഗ് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിലോട്ട് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഈ ബൗളിൻ്റെ ചുറ്റുമാണ് നമ്മൾ ബാറ്റർ ഒഴിച്ച് റിംഗ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബൗളിൻ്റെ ചുറ്റും പൊക്കത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് തട്ടൊരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് വേവിച്ച ശേഷം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചതിനൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഈ ബൗൾ മാറ്റിയിട്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്റ്റീൽ പ്ലേറ്റിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ച് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് സാമ്പാറും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ റിംഗ് ഇഡ്ഡലിയുടെ സെൻറ്ററിൽ ഞാൻ സാമ്പാർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെർവ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ റെഡിയാക്കി നോക്കുക. നമ്മൾ എന്നും സാധാരണ ഇഡ്ഡലി റെഡിയാക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ റിംഗ് ഇഡ്ഡലി റെഡിയാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സാധാരണ ഇഡ്ഡലി റെഡിയാക്കുന്ന പോലെ തന്നെയാണ് ബാറ്ററൊക്കെ റെഡിയാക്കുന്നത്. പക്ഷേ ഇതിന് ഷേപ്പിൽ വ്യത്യാസമുള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ഇഡ്ഡലി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.